പ്രധാനമന്ത്രിയുമായുള്ള ഹെലികോപ്റ്റർ വിഴിഞ്ഞത്ത് നിന്ന് പറന്നുയരുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. രാജ്യത്തിന് വിഴിഞ്ഞം തുറമുഖം സമർപ്പിച്ചതിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞത്ത് നിന്ന് മടങ്ങുകയാണ്. 3 ഹെലികോപ്റ്ററുകളിലായി ആണ് നേരത്തെ പ്രധാനമന്ത്രിയുടെ സംഘം അവിടേക്ക് എത്തിയത്. വിഴിഞ്ഞത്ത് നിന്ന് ഹെലികോപ്റ്റർ ഉയർന്നിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. വിഴിഞ്ഞത്തു നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചതിന് ശേഷം മടങ്ങുകയാണ്. വളരെ പ്രധാനപ്പെട്ട വികസന നേട്ടമാണ്, വികസന കുതിപ്പാണ് വിഴിഞ്ഞം. ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളുമായി ചരക്ക് നീക്കത്തിനുള്ള വലിയ സാധ്യതകൾ തുറന്നിട്ടുകൊണ്ടാണ് വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് പ്രധാനമന്ത്രി സമർപ്പിച്ചത്. പ്രധാനമന്ത്രി മടങ്ങുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് വിഴിഞ്ഞത്ത് നിന്ന് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. രതീഷ്, പ്രധാനമന്ത്രി വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് മടങ്ങുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. വിഴിഞ്ഞം കടലിന്റെ തുറമുഖത്തിന്റെ മുകളിലൂടെ ഹെലികോപ്റ്ററുകളിൽ 3 ഹെലികോപ്റ്ററുകളാണ് പ്രധാനമന്ത്രിയുമായി വന്നത്. അതിൽ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഹെലികോപ്റ്ററിലാണ് പ്രധാനമന്ത്രി ഉള്ളത്. വിഴിഞ്ഞം തുറമുഖം രാഷ്ട്രത്തിന് സമർപ്പിച്ച ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. വിമാനത്താവളത്തിലേക്കാണ് ഹെലികോപ്റ്ററുകൾ പോകുന്നത്. പ്രധാനമന്ത്രി വിമാനത്താവളത്തിലെത്തി അവിടെ നിന്ന് എയർ ഇന്ത്യയുടെ വിമാനത്തിൽ തിരിച്ചു പോകും. അതുകൊണ്ടാണ് ഈ വഴി കടലിന്റെ നടുവിലൂടെ തന്നെ ഈ ഹെലികോപ്റ്ററുകൾ നീങ്ങിയത്. 3 ഹെലികോപ്റ്ററുകൾ, അതിൽ നടുഭാഗത്തുള്ള ഹെലികോപ്റ്ററിലാണ് പ്രധാനമന്ത്രി സഞ്ചരിക്കുന്നത്. ഏതായാലും കേരളത്തെ സംബന്ധിച്ച് വലിയ വികസന കുതിപ്പിന് വഴിയൊരുക്കുന്ന വിഴിഞ്ഞം തുറമുഖം രാഷ്ട്രത്തിന് സമർപ്പിച്ചത് പ്രധാനമന്ത്രി മടങ്ങുന്നു. ചരിത്ര മുഹൂർത്തമാണ് അല്പസമയം മുമ്പ് വിഴിഞ്ഞം അറബിക്കടലിന്റെ തീരത്ത് കടന്നുപോയത്. ആ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയാവാൻ ആയിരങ്ങൾ എത്തിയിരുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. അവരെയെല്ലാം സാക്ഷിയാക്കിയാണ് പ്രധാനമന്ത്രി വിഴിഞ്ഞം തുറമുഖം രാഷ്ട്രത്തിന് സമർപ്പിച്ചത്. അതിനുശേഷം അദ്ദേഹം മടങ്ങിപ്പോകുന്ന ദൃശ്യങ്ങളാണ്, ആ ഹെലികോപ്റ്ററുകൾ വിമാനത്താവളത്തിലേക്ക് മടങ്ങിപ്പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ ക്യാമറയിലൂടെ കാണുന്നത്. എനിക്ക് താഴെ ഈ പാറക്കല്ലുകളിൽ തിരയിൽ വെള്ളിച്ചിലങ്ക കെട്ടി അറബിക്കടൽ നൃത്തം ചെയ്യുന്നുണ്ട്. അതൊരു ആനന്ദ നൃത്തമാണ്. അതേ ആനന്ദ നൃത്തമാണ് ഓരോ മലയാളിയുടെയും മനസ്സിലെന്ന് പറയാം. കാരണം ഏറെക്കാലം കാത്തിരുന്ന വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇനി വലിയ വലിയ വികസന നേട്ടങ്ങളിലേക്കുള്ള കുതിപ്പിന്റെ ഒരു തുറപ്പാണ് ഈ തുറമുഖം. ഒരു വാതിലാണ്, ലോകത്തിന് മുന്നിലേക്ക് തുറന്നിട്ട കേരളത്തിന്റെ വാതിലാണ്, ഇന്ത്യയുടെ വാതിലാണ്. ആ വാതിൽ തുറന്ന് രാഷ്ട്രത്തിന് സമർപ്പിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇപ്പോൾ മടങ്ങുന്നത്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. രതീഷ്, പ്രധാനമന്ത്രി മടങ്ങുന്നു. നാടിനാകെ അഭിമാനമാകുന്ന വിഴിഞ്ഞം പദ്ധതി രാജ്യത്തിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി ചടങ്ങ് പൂർത്തീകരിച്ച് മടങ്ങുകയാണ്. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾക്കിടയിലാണ് പ്രധാനമന്ത്രി തിരുവനന്തപുരത്തേക്ക് എത്തിയത്. സൈന്യമാണ് അദ്ദേഹത്തിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയത്. പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ നിന്നാണ് അദ്ദേഹം ഹെലികോപ്റ്ററിൽ വിഴിഞ്ഞത്തേക്ക് എത്തിയത്. ഇപ്പോൾ ചടങ്ങ് പൂർത്തീകരിച്ച് അദ്ദേഹം മടങ്ങുകയാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. ആർ അനന്തകൃഷ്ണനാണ് തത്സമയ വിവരങ്ങൾ നൽകിയത്.